ട്രിവാൻഡ്രത്ത് 36 വർഷത്തിലധികമായിട്ട് വിദ്യാഭ്യാസ മേഖലയിലുള്ളതാണ് ശ്രീനിവാസ് ഗ്രൂപ്പ്. ശ്രീനിവാസ് ഗ്രൂപ്പിൻ്റെ അണ്ടറിൽ മെഡിക്കൽ, എഞ്ചിനീയറിംഗ്, മാനേജ്മെൻറ്റ് അങ്ങനെ നിരവധി കോഴ്സസ് ഉണ്ട്. മംഗലാപുരത്ത് ഏകദേശം 4ഓളം ക്യാമ്പസുകളും അവർക്കുണ്ട്. അതിലെ കുറച്ച് കോഴ്സുകൾ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലും പിന്നെ അവർക്ക് അവരുടേതായിട്ടുള്ളൊരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ട്, അതിൻ്റെ അണ്ടറിലും കുറേ കോഴ്സസ് ഉണ്ട്. ഞാൻ ഇപ്പം നിൽക്കുന്നത് വളച്ചിൽ ക്യാമ്പസാണ്. ഇവിടെ മെജോറിറ്റി കോഴ്സുകളും വരുന്നത് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലാണ്. ഇവിടെ ഉള്ളത് ഫാർമസി, BSc നഴ്സിംഗ്, പോസ്റ്റ് BSc, MSc നഴ്സിംഗ്, ജനറൽ നഴ്സിംഗ്, എഞ്ചിനീയറിംഗ്, പിന്നെ MBA അങ്ങനത്തെ കുറേ കോഴ്സുകളാണ്. അപ്പം നമുക്ക് ആദ്യം വളച്ചിൽ ക്യാമ്പസൊക്കെ ഒന്ന് കണ്ടിട്ട് ബാക്കി ക്യാമ്പസുകളിലേക്ക് പോകാം. ഇപ്പോൾ ബ്രേക്ക് ടൈം ആണ്. കുറച്ച് ബിടെക് സ്റ്റുഡൻസ് നിൽപ്പുണ്ട്, നമുക്ക് അവരുടെ റിവ്യൂ എടുക്കാം. ഓക്കെ, നിങ്ങളെല്ലാം ബിടെക് സ്റ്റുഡൻസാണ് ഇവിടുത്തെ അല്ലേ? VTUവിൻ്റെ അണ്ടറിലല്ലേ വരുന്നത്? എങ്ങനെയുണ്ട് VTU? ടഫസ്റ്റ് യൂണിവേഴ്സിറ്റി എന്നാണ് കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് യൂഷ്വലി ടഫസ്റ്റ് ആണെന്ന് പറയും, പക്ഷെ ഇവിടെ വന്നപ്പോൾ എൻ്റെ സീനിയേഴ്സ് ഉണ്ട്. അപ്പോൾ സീനിയേഴ്സ് ഒക്കെ പറഞ്ഞെന്താ വെച്ചാൽ ഇന്ത്യയിൽ വൺ ഓഫ് ദ ടഫസ്റ്റ് യൂണിവേഴ്സിറ്റി ആണ് VTU. പക്ഷെ ഇപ്പൊ സെക്കൻഡ് ഇയർ ആണ്. അപ്പോൾ ഇത്രയും സെം എഴുതിയതിൽ അങ്ങനത്തെ വലിയ ബുദ്ധിമുട്ട് തോന്നിയില്ല. കുഴപ്പമില്ല അല്ലേ? ക്ലാസ്സിൽ എങ്ങനെ നല്ല പാസ് പെർസെൻറ്റേജ് ഒക്കെ ഉണ്ടോ നിങ്ങളുടെ ക്ലാസ്സിൽ? ഓക്കെ, നിങ്ങൾ AIDS, ഇവര് AIML അല്ലേ? ഓക്കെ, AI എങ്ങനെയുണ്ട് മൊത്തത്തില്? AI ഇപ്പം ബേസ് തുടങ്ങിയതേ ഉള്ളൂ. നിങ്ങൾ സെക്കൻഡ് ഇയർ ഫസ്റ്റ് ഇയർ കോമൺ ആണല്ലോ അല്ലേ? ഹോസ്റ്റലേഴ്സ് ആണോ നിങ്ങളെല്ലാരും? ഇല്ല, ഇപ്പൊ പുറത്ത് ഹോസ്റ്റലിൽ നിന്ന സമയത്ത് എങ്ങനെ ഉണ്ടായിരുന്നു ഹോസ്റ്റല്? കുഴപ്പമില്ല, അതൊരു എക്സ്പീരിയൻസ്. ഇതൊരു എക്സ്പീരിയൻസ്. ഇവിടെയൊക്കെ പരിചയമായപ്പോൾ പുറത്തേക്ക് മാറി അല്ലേ? പുറത്ത് ഇവിടെ അടുത്ത് സ്പേസ് ഉണ്ട്, ഒരുപാട് സ്റ്റുഡൻസ് അങ്ങനെ നിൽക്കുന്നുണ്ട് അല്ലേ? ഓക്കെ. പിന്നെ ഫാക്കൽറ്റീസ് ഒക്കെ എങ്ങനെയുണ്ട്? മലയാളീസ് ആണോ ഫാക്കൽറ്റീസ്? ഇല്ല, കുറവാ. മലയാളീസ് ഫാക്കൽറ്റീസ് ഉണ്ട്, പക്ഷെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ കുറവാണ്. ഓക്കെ, ക്ലാസ്സിലോ മലയാളീസ് ഉണ്ടോ? ക്ലാസ്സിൽ ഒരുപാട് മലയാളീസ് ഉണ്ട്. ഓക്കെ, ഉണ്ട്. ഓക്കെ, നിങ്ങൾ ഒരു ക്ലാസ് അല്ലല്ലോ, 2 ക്ലാസ് അല്ലേ? AIMLന്റെ കേസ് വരുമ്പോഴെങ്ങനെയാ? മലയാളീസ് കൂടുതലാ. ഓക്കെ, ഫാക്കൽറ്റീസ് നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലും കുറച്ച്. പക്ഷെ നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് ഒന്നും തോന്നുന്നില്ലല്ലോ? ഒരു ലാംഗ്വേജ് ഒരു ബാരിയർ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? ഇല്ല, കുഴപ്പമില്ല. കോളേജ് ഇഷ്ടമായോ നിങ്ങൾക്ക്? ഇവിടെ സ്ട്രിക്റ്റ് ആണെന്ന് എൻ്റെ അടുത്ത് കുറേ കുട്ടികൾ പറഞ്ഞു. ഡിപ്പെൻസ്. ഓക്കെ, ചില ഡിപ്പാർട്ട്മെന്റ് മേ ബി സ്ട്രിക്റ്റ് ആയേക്കാം. സ്ട്രിക്ട്നെസ് ബിടെക് അത്ര വിഷയമില്ല അല്ലേ? അല്ലേ, ഓക്കെ. ഡിപ്പാർട്ട്മെന്റ് വൈസ് അതിന് ക്രൈറ്റീരിയാസ് ഉണ്ട്. ഓക്കെ. ഒരു കോളേജ് ആകുമ്പോൾ അതിന്റെ ഒരു ഫണ്ട് നമ്മൾ കൊണ്ടുപോകണം. അതെ, ഇത്രയും സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ടല്ലോ, അപ്പോൾ അവരെ മാനേജ് ചെയ്യാൻ കുറച്ച് സ്ട്രിക്ട്നെസ് വേണം. ഓക്കെ, താങ്ക് യു. ഇവിടെ നേഴ്സിംഗ് സ്റ്റുഡൻസും ഫാർമസി സ്റ്റുഡൻസ് ഒക്കെ ഉണ്ട്. ഞാൻ നേഴ്സിംഗ് സ്റ്റുഡൻസിൻ്റെ ബ്ലോക്കിലോട്ട് പോകുന്ന വഴി ഇവിടുത്തെ എഞ്ചിനീയറിംഗുകാരുടെ ക്ലാസ് റൂംസും ലാബ്സും ഒക്കെ കണ്ടു. ഇപ്പോൾ ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞുകൊണ്ട് കുറേ സ്റ്റുഡൻസ് ഒക്കെ ലഞ്ച് ബ്രേക്കിന് പോയേക്കുവാണ്, കുറേ പേരൊക്കെ കഴിഞ്ഞ് വന്ന് ഇരിപ്പുണ്ട്. ഇവരിവിടുത്തെ ജനറൽ നേഴ്സിംഗ് സ്റ്റുഡൻസ് ആണ്. എങ്ങനെയുണ്ട് ക്ലാസ്സൊക്കെ അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. ഓക്കെ, എങ്ങനെ നിങ്ങളൊക്കെ ഇവിടെ ക്യാമ്പസ് ഒക്കെ എങ്ങനെയുണ്ട്? സ്ട്രിക്റ്റ് ആണോ ക്യാമ്പസ്? അത്യാവശ്യം സ്ട്രിക്റ്റ് ആണ്, കുറച്ച് സ്ട്രിക്ട്നെസ് ഒക്കെ ഉണ്ട്, ആവശ്യത്തിനുണ്ട്. ഓക്കെ, നിങ്ങൾ ഹോസ്റ്റലേഴ്സാ? അതെ. നാട്ടിലെവിടെയാ? കോട്ടയം. ഞാൻ മലപ്പുറം ആണ്. ഓക്കെ, അപ്പം ഹോസ്റ്റലേഴ്സ് ആവുമ്പോഴത്തേക്ക് എങ്ങനെയുണ്ട്? ഹോസ്റ്റൽ എങ്ങനെയുണ്ട്? ഹോസ്റ്റല് പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ ഫുഡിന്റെ കാര്യത്തിൽ ചെറിയ എന്ത് പറ്റി? നമുക്ക് ചിലതിനോട് നമുക്ക് വെജിറ്റേറിയൻ മാത്രമേ ഉള്ളൂ ഇവിടെ. ശ്രീനിവാസ് മൊത്തത്തിൽ വെജിറ്റേറിയൻ ആണ്? ഓക്കെ, ഈ ക്യാമ്പസ് പ്രതിഷ്ഠയുള്ളതുകൊണ്ടായിരിക്കും അല്ലേ വെജിറ്റേറിയൻ മാത്രം കിട്ടുന്നത്? ഓക്കെ, അപ്പം ഫുഡിന്റെ കാര്യത്തിലേ ഉള്ളൂ ചെറിയൊരു. ചിലതൊക്കെ അഡ്ജസ്റ്റബിൾ ആണ്, ചിലത് നമുക്ക്. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പൊ ക്ലിനിക്കൽ ട്രെയിനിങ് ഒക്കെ എങ്ങനെയാണ് കിട്ടുന്നത്? ഹോസ്പിറ്റൽ ഇവിടെ അല്ലല്ലോ, മുക്കിലല്ലേ? അപ്പം ക്ലിനിക്കൽ ട്രെയിനിങ്ങിനായിട്ട് നിങ്ങൾ ഇവിടുന്ന് കോളേജ് തന്നെ കൊണ്ടുവരികയും ചെയ്യും? നമ്മുടെ കോളേജ് ബസ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് നൈറ്റ് ഡ്യൂട്ടി ഒക്കെ വരുമ്പോഴും അങ്ങനെ തന്നെ കൊണ്ടുവരികയൊക്കെ ചെയ്യും. ഓക്കെ, ക്ലാസ് നടക്കുന്ന ടൈം ആയിരിക്കും അല്ലേ? ഓക്കെ, താങ്ക് യു. ഇവരുടെ ബാച്ചിൽ തന്നെ വേറെയും കുറേ സ്റ്റുഡൻസുമായിട്ട് നമ്മൾ സംസാരിച്ചു. ഇനി കുറച്ച് BSc നഴ്സിംഗ് സ്റ്റുഡൻസ് നമ്മുടെ കൂടെ ഉണ്ട്, അവരുടെ അടുത്ത് റിവ്യൂസ് ചോദിക്കാം. ഇവർ ശ്രീനിവാസിലെ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഉണ്ടല്ലോ, BSc നഴ്സിംഗ് പഠിക്കുന്ന സ്റ്റുഡൻസ് ആണ്. നിങ്ങൾ എല്ലാവരും ഫസ്റ്റ് ഇയേഴ്സാണ് അല്ലേ? നിങ്ങൾക്ക് കോളേജൊക്കെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ട് വരുന്നു. ഓക്കെ, നിങ്ങൾക്ക് എക്സാം എന്തെങ്കിലും കഴിഞ്ഞിരുന്നോ? കഴിഞ്ഞിട്ടില്ല. ഓക്കെ, നിങ്ങൾ എല്ലാവരും ഹോസ്റ്റലേഴ്സാ? ഓക്കെ, എങ്ങനെയുണ്ട് ആൺകുട്ടികളുടെ ഹോസ്റ്റൽ? എങ്ങനെയുണ്ട്? ഫുഡിന്റെ കാര്യത്തിലുള്ളൂ, കാരണം നിങ്ങൾക്ക് വെജിറ്റേറിയൻ ഫുഡായല്ലേ കിട്ടുന്നത്, അതിന്റെ ഒരു ബുദ്ധിമുട്ട് ഇവിടെ സ്റ്റുഡൻസ് പറഞ്ഞിരുന്നു. ഓക്കെ, വേറെ ഒരു റൂമിൽ എത്ര കുട്ടികളാണ് വരുന്നത്? 4 പേര് റൂമിൽ വരുന്നത്. ഓക്കെ, നിങ്ങളുടെ കാര്യം നോക്കുമ്പോഴോ ലേഡീസ് ഹോസ്റ്റൽ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല.
കുഴപ്പമില്ല. നിങ്ങൾക്കും വെജിറ്റേറിയൻ ഓക്കെ. ഫുഡിന്റെ കാര്യത്തിലാണ് നിങ്ങൾക്കൊരു ചെറിയൊരു ബുദ്ധിമുട്ടുള്ളത്. നിങ്ങളുടെ ക്ലാസ്സിൽ മലയാളീസ് ആണോ കൂടുതലും ഉള്ളത് സ്റ്റുഡൻസ്? ഓക്കെ, എത്ര സ്റ്റുഡൻസ് ഉണ്ട് ക്ലാസ്സിൽ? 100 സ്റ്റുഡൻസ്. അതിൽ മെജോറിറ്റി മലയാളീസാണ് വരുന്നത്. ഫാക്കൽറ്റീസ് ഒക്കെയോ? നല്ലതാണ്. നിങ്ങൾക്ക് ക്ലാസ്സസ് ഒക്കെ നല്ല രീതിയിൽ എടുത്ത് തരുന്നുണ്ട്. അത് മലയാളീസ് തന്നെയാണ് ഫാക്കൽറ്റീസ് വരുന്നത്? അല്ല, മലയാളീസ് അല്ല വരുന്നത്. ഇപ്പം അല്ലാതെ ഇവിടെയുള്ള ആൾക്കാരല്ലേ കൂടുതലും വരുന്നത്. ഇംഗ്ലീഷിലല്ലേ ക്ലാസ്സസ് എല്ലാം വരുന്നത്? ഓക്കെ, മനസ്സിലാവുന്നൊക്കെ ഉണ്ട്. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ക്ലിനിക്കൽ പോസ്റ്റിംഗ് ഒന്നും ഉണ്ടായി കാണത്തില്ലല്ലോ, ഫസ്റ്റ് ഇയേഴ്സ് ആയതുകൊണ്ട്. ഓക്കെ, ഇപ്പം ക്ലാസ് നടക്കുന്ന ടൈമാണ് അല്ലേ? ഓക്കെ ഓക്കെ, താങ്ക് യു. വളച്ചിൽ ക്യാമ്പസിലെ ഒരുപാട് സ്റ്റുഡൻസിനോട് നമ്മൾ സംസാരിച്ചു, കോളേജ് എല്ലാം കണ്ടു. ഇനി നമ്മൾ അടുത്ത ക്യാമ്പസിലോട്ട് പോവുകയാണ്. ശ്രീനിവാസ് യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലുള്ള കോഴ്സുകൾ വരുന്ന ഒരു ക്യാമ്പസ് ആണ്. ഇവിടെ വരുന്ന കോഴ്സുകൾ എന്ന് പറയുമ്പോൾ മാനേജ്മെന്റ്, കൊമേഴ്സ്, ഹോട്ടൽ മാനേജ്മെന്റ് വരുന്നുണ്ട്, ടൂറിസം കോഴ്സസ് വരുന്നുണ്ട്, പിന്നെ BPT അങ്ങനത്തെ കുറച്ച് കോഴ്സുകളാണ് വരുന്നത്. ഇതിനെ നമ്മൾ പാണ്ഡേശ്വര സിറ്റി ക്യാമ്പസ് ആണ് അറിയപ്പെടുന്നത്. ഇത് ശ്രീനിവാസ് യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസാണ്. പാണ്ഡേശ്വരയിലെ ഫയർ സ്റ്റേഷൻ ക്യാമ്പസാണ്. ഇത് ന്യൂ ക്യാമ്പസാണ്. ഇവിടെ BCA, BOT കോഴ്സുകളാണ് വരുന്നത്. വുമൻസ് ഡേയുടെ പ്രോഗ്രാം ഉണ്ട്. അതുകൊണ്ട് സ്റ്റുഡൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുകയാണ്. നമുക്ക് പ്രാക്ടീസ് ചെയ്യുന്ന കുറച്ച് സ്റ്റുഡൻസിൻ്റെ അടുത്ത് റിവ്യൂസ് എടുക്കാം. നിങ്ങൾ പ്രോഗ്രാമിന്റെ പ്രാക്ടീസ് സെക്ഷൻ ആണോ ഇത്? ഇന്നത്തെ പ്രോഗ്രാമാ? എപ്പോഴും പ്രോഗ്രാം? ഇപ്പൊ 12:30. എന്റെ പേരെന്താ? അജിസൽ. നിങ്ങൾ ഏത് ബാച്ചാ ഇവിടെ? B4 DevOps. എങ്ങനെയുണ്ട് ക്ലാസ് ഒക്കെ? എങ്ങനെയുണ്ട്? നല്ല പുതിയ ക്യാമ്പസ് അല്ലേ? അതെ. ഓക്കെ. നിങ്ങൾ ഏത് വർഷം? ഫസ്റ്റ് ഇയേഴ്സാ? ഓക്കെ. ഹോസ്റ്റൽ ഇവിടെ തന്നെ, ഈ ക്യാമ്പസിനുള്ളിൽ തന്നെ ഹോസ്റ്റൽ ഉണ്ടോ? അല്ല, പുറത്താ ഹോസ്റ്റൽ. PG നിൽക്കുവാണ്. ഓക്കെ. എന്ത് പറ്റി ഹോസ്റ്റൽ ചൂസ് ചെയ്യാതെ PG പോയെ? കുക്ക് ചെയ്ത് കഴിക്കാനായിട്ടൊക്കെ. ഓക്കെ. ഇവിടുത്തെ നമ്മുടെ മലയാളീസ് ഉണ്ടോ ഇഷ്ടം പോലെ ക്യാമ്പസില്? മലയാളി കേരളത്തിലൊരു കോളേജിൽ പഠിക്കുന്ന അതേ ഫീലാ അല്ലേ? ഫാക്കൽറ്റീസ് ഒക്കെ എങ്ങനെയുണ്ട്? നല്ല ഫാക്കൽറ്റി. പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടോ? വൈബാണോ ക്യാമ്പസ്? ഓക്കെ. ഇവിടെ എനിക്കൊന്ന് കുറച്ച് കോഴ്സസേ ഉള്ളൂ അല്ലേ, പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട് ക്യാമ്പസ്. കുറച്ചുകൂടി ഫെസിലിറ്റീസ് ഉണ്ട് ക്ലാസ് റൂംസിലൊക്കെയാണ്. അതെ. അപ്പൊ എന്തായാലും നിങ്ങൾ പ്രാക്ടീസ് ചെയ്തോന്നെങ്കിൽ. ഓക്കെ, താങ്ക് യു. ഇത് ഷാന ഈ ക്യാമ്പസിൽ BOT പഠിക്കുന്ന സ്റ്റുഡൻ്റ് ആണ്. എങ്ങനെയുണ്ട് BOT ഒരു ഡിപ്പാർട്ട്മെന്റ്? എങ്ങനെയുണ്ട് ഇവിടെ? BOT ഡിപ്പാർട്ട്മെന്റ് പറയുമ്പോൾ കുഴപ്പമൊന്നുമില്ല. ക്ലാസ് ഒക്കെ ആണെങ്കിലും അടിപൊളിയാണ്. ഫാക്കൽറ്റീസും ബെറ്റർ ആണ്. കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ക്ലിനിക്കൽ ട്രെയിനിങ് ആവശ്യമായിട്ടുള്ളതാണ്. കാരണം അലൈഡ് അല്ലേ ഇത് വരുന്നത്. അപ്പം ക്ലിനിക്കൽ ട്രെയിനിങ് മുക്കയല്ലേ ഹോസ്പിറ്റല്. അപ്പം ഇവിടുന്ന് നിങ്ങൾക്ക് എങ്ങനെയാ ഒരു കൊണ്ടുപോകുന്നതൊക്കെ എപ്പോഴാണ്? നമുക്ക് മൺഡേ ആണ് പ്രാക്ടിക്കൽ വരുന്നത്. സോ അപ്പോൾ കോളേജ് ബസ് ഉണ്ടാവും. നമ്മൾ മൺഡേ പോകും. കോളേജ് ബസ്സിൽ തന്നെ തിരിച്ചു വരും. ഓക്കെ. ഹോസ്റ്റലർ ആണോ മോള്? അല്ല, പുറത്ത് വീടെടുത്ത് നിൽക്കുക. ഓക്കെ. കോളേജൊക്കെ ഇഷ്ടമായോ? കുഴപ്പമൊന്നുമില്ല, നല്ല കോളേജാണ്. ഓക്കെ, താങ്ക് യു. ഇതാണ് ശ്രീനിവാസയുടെ ബുക്ക ക്യാമ്പസ്. ഇവിടെയാണ് MBBS, ശ്രീനിവാസ് യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലുള്ള BS നഴ്സിംഗ്, അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സുകളും പിന്നെ കുറച്ച് കോഴ്സസും അതുപോലെ ഹോസ്പിറ്റലൊക്കെ വരുന്നത്. പക്ഷേ ഇവിടെ ഞങ്ങൾ വന്നപ്പോൾ കുറച്ച് ലേറ്റായിപ്പോയി. ആക്ച്വലി മറ്റുള്ള ക്യാമ്പസുകളൊക്കെ വിസിറ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഈവനിങ് ആയിട്ട് സ്റ്റുഡൻസൊക്കെ പോയി. പുറത്ത് വെച്ച് കുറച്ച് സ്റ്റുഡൻസിനോട് ഞങ്ങൾ സംസാരിച്ചിരുന്നു. പക്ഷേ കുഴപ്പമില്ല, ഈ ഒരു ക്യാമ്പസ് ഞങ്ങൾ ഇനിയും റീവിസിറ്റ് ചെയ്തിട്ട് ഇവിടുത്തെ സ്റ്റുഡൻസിൻ്റെ റിവ്യൂസ്, ഫെസിലിറ്റീസ് തുടങ്ങിയ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനലിൽ കാണാൻ കഴിയും. ഒന്ന് വെയിറ്റ് ചെയ്തോളൂ. ഞാൻ ശ്രീനിവാസിൻ്റെ എല്ലാ ക്യാമ്പസുകളും വിസിറ്റ് ചെയ്തു. പല ഡിപ്പാർട്ട്മെൻറ്റിലും പല ക്യാമ്പസിലുള്ള സ്റ്റുഡൻസുമായിട്ട് സംസാരിച്ചു. ഓവറോൾ ഒരു റിവ്യൂ എനിക്ക് പറയാൻ പറ്റത്തില്ല, കാരണം
പല ക്യാമ്പസിലും അല്ലെങ്കിൽ പല ഡിപ്പാർട്ട്മെൻറ്റ് അനുസരിച്ച് കുട്ടികളുടെ ഫീഡ്ബാക്ക് വ്യത്യസ്തമായിരുന്നു. കുറച്ചൊക്കെ ഫീഡ്ബാക്ക്സ് നാം വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം ഒന്നും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം വീഡിയോ അത്രത്തോളം ലെങ്തി ആവുമല്ലോ. ഓക്കെ, നിങ്ങൾ മംഗലാപുരം ശ്രീനിവാസിൽ വന്നിട്ട് ഏതെങ്കിലും കോഴ്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കോഴ്സിന് ഈ കോളേജ് ബെസ്റ്റ് ആണോ എന്ന് അറിയാനും ഇവിടുത്തെ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ്, ഫീസ് സ്ട്രക്ചർ തുടങ്ങിയ വിവരങ്ങളൊക്കെ അറിയാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതി. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.